ആണ് മട്ടാഞ്ചേരി മാഫിയ. ഏറെ പ്രിയപ്പെട്ട പ്രിയ നടൻ മമ്മൂട്ടി അടക്കം ഈ ഒരു മാഫിയയുടെ ഭാഗമാണ് എന്നുള്ള പ്രചരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, മമ്മൂട്ടി ആർക്കാണ് പേടി? മമ്മൂട്ടി എന്ന് മുതലാണ് ഈ മട്ടാഞ്ചേരി ഗ്യാങ്ങിന്റെ കൂടെ കൂടാൻ തുടങ്ങിയത്? അതോ മമ്മൂട്ടിക്ക് കൃത്യമായിട്ടും അങ്ങനത്തെ ഒരു ഗാങ്സ്റ്റർ സ്വഭാവത്തിലുള്ള ഒരു ഇടപെടൽ സിനിമാ മേഖലയിലുണ്ടോ? അമ്മയുടെ തലപ്പത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണോ ഈ ഹേമ കമ്മിറ്റിയുടെ മറ്റും ഭാഗമായി ബന്ധപ്പെട്ട് ഇത്ര കാലം മമ്മൂട്ടി മിണ്ടാതിരുന്നത്? 10-12 ദിവസത്തിന് ശേഷം മാത്രം മമ്മൂട്ടി സംസാരിക്കാൻ തുടങ്ങിയത്? എന്താണ് ആക്ച്വലി ഈ മട്ടാഞ്ചേരി ഗ്യാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കൃത്യമായിട്ടും ഒരു മുസ്ലിം നാമത്തിലുള്ള ആളുകൾക്ക് മുഴുവൻ അത്ര ഗ്യാങ്ങുമായിട്ട് ബന്ധമുണ്ടോ? സിനിമ മുഴുവൻ ഇവർ പിടിച്ചടക്കുമോ? എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഈ സംഘ പരിവാറിന്റെ ഭാഗമായിട്ടുള്ള ചാനലുകൾ മുഴുവൻ സംസാരിക്കുന്നത് ഒരു മട്ടാഞ്ചേരി ഗ്യാങ്ങിനെ കുറിച്ചിട്ടാണ്. പലപ്പോഴും ഈ മട്ടാഞ്ചേരി ഗ്യാങ്ങിനെ കുറിച്ച് പലർക്കും ഒരു പിടുത്തവുമില്ല. ഇനി അങ്ങനത്തെ ഒരു ഗ്യാങ് ഉണ്ടോ എന്നറിയില്ല. ഈ ഒരു ഗ്യാങ്ങിനെ പറ്റി സംസാരിക്കണമെങ്കിൽ നമ്മൾ ഒരല്പം പുറകിലോട്ട് പോകണം. ആ ഒരു ഗ്യാങ്ങിന് അങ്ങനെ കുറെ പുറകിലോട്ട് പോകുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് കിട്ടുന്ന ഒരു ഗ്യാങ്ങിന്റെ പേരാണ് അത് തിരുവനന്തപുരം ഗ്യാങ് എന്ന് പറയാം. ആ ഒരു തിരുവനന്തപുരം ഗ്യാങ്ങിൽ പെടുന്നത് ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷേ സിനിമ എന്ന് പറയുന്ന ഒരു മെയിൻ സ്ട്രീം ഗ്രൂപ്പിലേക്ക് ഒരു വിഭാഗം ജനങ്ങൾ എത്തിയിരുന്നില്ല. ആ ഒരു വിഭാഗം ജനങ്ങൾ നമുക്ക് ന്യൂനപക്ഷങ്ങൾ എന്ന് പറയാം. ആ ന്യൂനപക്ഷങ്ങൾ സിനിമയിലേക്ക് എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ആ ന്യൂനപക്ഷങ്ങളെ സിനിമയിൽ കാണിച്ചിരുന്നത് വളരെയധികം വൃത്തികെട്ട രീതിയിലായിരുന്നു, വക്രീകരിച്ച രീതിയിലായിരുന്നു. ഒരൊറ്റ ഉദാഹരണം പറയാം. ഏതെങ്കിലും ഒരു മുസ്ലിം മതത്തിൽപ്പെട്ട ഒരാളെ കാണിക്കണമെങ്കിൽ പിന്നെ കാണിക്കുക ഒരു പ്രത്യേകതരം ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഈ ചിരട്ട കൊണ്ടുപോയിട്ട് പാറയുടെ മേലെ ഒരക്കണമായിട്ടുള്ള പ്രത്യേക ശബ്ദത്തിൽ സംസാരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അങ്ങനത്തെ ശബ്ദമായിരിക്കും. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ പരിചയപ്പെട്ട ഒട്ടുമിക്ക അത്ര സമുദായത്തിൽപ്പെടുന്ന ആൾക്കാരൊന്നും അങ്ങനെ സംസാരിക്കുന്ന ആളുകളല്ല. ഒട്ടുമിക്ക എന്നല്ല, 100% ഇല്ല. ആളുകളുടെ ശബ്ദത്തെ പിന്നെ എന്തിനാണ് അങ്ങനെ വക്രീകരിച്ച് കാണിക്കുന്നത്? ഇനി നമുക്ക് ആ കാലഘട്ടത്തിൽ തന്നെയുള്ള തിരുവനന്തപുരം ഗ്യാങ്ങിനെ കുറിച്ച് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വള്ളുവനാടൻ ഭാഷയും ഏകദേശം ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളുകളും അവരുടെ ചാരുകസേരയും അവരെ മീശ പിരിക്കലും ആ ഒരു ജാതി ശ്രേണിയിലുള്ള കഥകൾ മാത്രം, അവരുടെ വിഷമതകൾ മാത്രം സിനിമയിൽ സംസാരിക്കുക, അവർക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവരൊന്ന് കൈക്കോട്ടെടുത്തിട്ട് എന്തെങ്കിലും ഒരു പണിക്ക് പോലും ഇറങ്ങാതെ മോഷ്ടിച്ചു കൊണ്ടുവരുന്ന കഥാപാത്രങ്ങളൊക്കെ കാണിക്കുക എന്നീ പറയുന്ന നായർ സ്വഭാവത്തിലുള്ള നമ്പൂതിരി സ്വഭാവത്തിലുള്ള സിനിമകൾ മാത്രമായിരുന്നു ഏറെ കാലമായിട്ട് മലയാളികൾ കണ്ടു ശീലിച്ചിരുന്നത്. അങ്ങനെ കണ്ടു ശീലിച്ചിരുന്ന ആ ഒരു ഗ്രൂപ്പിനെ മുഴുവൻ നമുക്ക്, അല്ലെങ്കിൽ ശീലിച്ചിരുന്നല്ല, അങ്ങനത്തെ സിനിമകൾ മാത്രം നമ്മുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്തിരുന്ന ആ ഒരു ഗ്രൂപ്പിനെ വേണമെങ്കിൽ നമുക്ക് തിരുവനന്തപുരം ഗ്യാങ് എന്ന് വിളിക്കാം. ആ ഒരു തിരുവനന്തപുരം ഗ്യാങ് വളരെ പെട്ടെന്ന് നമ്മുടെ സിനിമയിൽ നിന്ന് നശിച്ചു പോകാൻ തുടങ്ങി. ഞാൻ ചുമ്മാ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കിട്ടിയ സംഗതി എങ്ങനെയാണ്? ദിസ് ഈസ് എ ന്യൂ വേ ഓഫ് ഫിലിം മേക്കേഴ്സ് സിൻസ് 2010. 2010 മുതലാണ് ഈ ഒരു മട്ടാഞ്ചേരി ഗ്യാങ് എന്ന് പറയുന്ന ഒരു ഗ്യാങ് നമ്മുടെ മലയാള സിനിമയിൽ ഉണ്ടാവുന്നത്. വിച്ച് ഈസ് ക്രിയേറ്റഡ് അറൌണ്ട് അമൽ, അൻവർ, ആഷിഖ്, രാജീവ്, സമീർ. ഇത്തരം ആളുകളൊക്കെ കൂടി ചേർന്നാണ്. നിർഭാഗ്യവശാൽ അതിനിടയിൽ ഒരു ഹിന്ദു പെട്ടുപോയി, മോശമായി പോയി. ഓടൻബി എന്തായാലും അമലും അൻവറും ആഷിഖും രാജീവും സമീറും ഒക്കെ ഇത്തരം ആളുകളെ വെച്ചിട്ടാണ് അത്ര ഒരു മട്ടാഞ്ചേരി ഗ്രൂപ്പ് ഉണ്ടായത്. ഇനി ഏറ്റവും വലിയ പ്രശ്നം എങ്ങനെയാണ് ഈ മട്ടാഞ്ചേരി ഗ്രൂപ്പിലേക്ക് മമ്മൂട്ടി എത്തി എന്നുള്ളതാണ്. അതിന് ഉത്തരം ഇതിലുണ്ടെന്നേ, നോക്കിക്കോളൂ. These are considered to be the seniors who came into field with മമ്മൂട്ടി as a flag hoster. ഈ ആളുകളൊക്കെ സിനിമയിലേക്ക് എത്തുന്നത് ചുമ്മാതല്ല. ഇത്തരം ആളുകളൊക്കെ ദ ഫസ്റ്റ് ഫിലിം, ആദ്യ സിനിമ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനാണ് ചെയ്തിരുന്നതാണ്. മമ്മൂട്ടി കുറ്റം പറയാൻ പറ്റില്ല. നല്ല താക്കത്തുള്ള, നല്ല വിവരമുള്ള, സിനിമ എടുക്കാൻ അറിയുന്ന കഥാകാരനാവട്ടെ, എഴുത്തുകാരനാവട്ടെ, ഇനിയിപ്പോ നല്ല സംവിധായകരാവട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, അത്തരം ആളുകളെ പിന്നാലെ പോയിട്ട് തനിക്കൊരു കഥയുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരാളാണ് മമ്മൂട്ടി. ചോദിച്ചു കാണും ആഷിഖിനോടും അമലിനോടൊക്കെ, എനിക്ക് തരാൻ നിങ്ങളതിൽ നല്ല സിനിമയുണ്ടോ എന്ന്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാം സിനിമയിലേക്ക് എത്തുന്നത്. മമ്മൂട്ടിയുടെ ഒരു ആദ്യ സിനിമയുമായിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തൊക്കെയായാലും they have a huge respect and gratitude to Mammootty. Also, Anwar got his first movie because of Ranjit when he was assisting him. Amal has also assisted Ranjit, plus being his cameraman for 1-2 films. Ashik was assistant Kamal most of his college and his mates, and importantly based in Kochi. അപ്പൊ കൊച്ചിയിലാണ് ഇത്തരം ആളുകളൊക്കെ ഉണ്ടായിരുന്നത്. ഇത്തരം ആളുകളൊക്കെ ബേസ് ചെയ്തിട്ട് ഈ പറയപ്പെടുന്ന മുസ്ലിം നാമധാരികളായിട്ടുള്ള, എനിക്ക് തോന്നുന്നത് നാമം മാത്രമേ ഉള്ളൂ, എന്നാൽ ഇസ്ലാമികപരമായിട്ടുള്ള ജീവിതമൊന്നും ശീലിക്കുന്ന ആളുകളല്ല. വാട്ട് ബി നമ്മുടെ സംഘപരിവാറിന് അവർക്ക് മുസ്ലിം നാമധാരികളായാൽ മതി. അത്ര നാമധാരികൾ എടുക്കുന്ന ഇത്തരം സിനിമകൾ മുഴുവൻ മട്ടാഞ്ചേരി ഗ്യാങ്ങിന്റെ സിനിമ എന്ന് പറയുന്നത്. ഇപ്പോ അമ്മയിൽ നടക്കുന്ന പ്രശ്നം നമുക്കറിയാം.
ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയാം. ഇവ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട സിനിമയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എങ്ങനെയാണ് മമ്മൂട്ടി ഇനി അമ്മയെ കൈയാളുക എന്നുള്ളതാണ്. അമ്മയുടെ നേതൃസ്ഥാനത്തേക്ക് എങ്ങനെയാണ് മമ്മൂട്ടി എത്തുക എന്നുള്ളതാണ്. മെല്ലെ ഈ മട്ടാഞ്ചേരി ഗ്യാങ് ഈ അമ്മയുടെ നേതൃസ്ഥാനത്തേക്ക് എത്തും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റിമ കല്ലിങ്കലായിരിക്കും എത്തുന്ന ഒരാള്. അപ്പോൾ അത് ആഷിഖ് കപൂർ പുറകിലുണ്ടെന്നർത്ഥം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ആന്റി ഹിന്ദുയിസ്റ്റ് സാധനങ്ങളൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുന്നുള്ള ഒരു സംഗതി നമ്മുടെ ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തപ്പെട്ട ഒരു പേരാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ മട്ടാഞ്ചേരി ഗ്യാങ് എന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ടും സംഘപരിവാറുകാര് അവരുടെ ചാനലുകൾ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അവര് ഇതിനെല്ലാം പുറകിൽ മമ്മൂട്ടിയാണ്, ഇതിനെല്ലാം പുറകിൽ ആഷിഖാണ്, റിമ കല്ലിങ്കലാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ആ ഒരു മയക്കുമരുന്നിന്റെ അലിഗേഷൻ കൂടി. അലിഗേഷൻസ് മുഴുവൻ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അലിഗേഷൻസേ ആയിട്ടുള്ളൂ, ആരോപണങ്ങളെ ആയിട്ടുള്ളൂ. ഇനി അത് കോടതിയിലേക്ക് എത്തണം, തെളിവ് സമർപ്പിക്കണം. നോക്കൂ, അലിഗേഷൻസ് നടത്തിയത് സുചിത്ര എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. അവരൊരു സിംഗറാണ്, തമിഴ്നാട്ടിലാണ്. അവർ അലിഗേഷൻ ആഷിഖ് കപൂറിന്റെയും റിമ കല്ലിങ്കലിന്റെയും വീട് കേന്ദ്രീകരിച്ചിട്ട് രാത്രികളിൽ നടക്കുന്ന പാർട്ടികളിൽ മയക്കുമരുന്ന് വിതരണം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞേ. നോക്കൂ, ഇങ്ങനെ ഒരുപാട് ആരോപണം നടത്തുകയും പിന്നീട് മാപ്പ് പറഞ്ഞ് പിൻവാങ്ങുകയും ചെയ്ത ഒരാളെ പേരാണ് സുചിത്ര എന്ന് പറയുന്ന അവരെ. അതുകൊണ്ട് അവര് പറയുന്ന വാക്കുകളെ നമുക്ക് വിശ്വസിക്കുക എന്ന് പറയുന്ന ഒരല്പം പ്രയാസമുള്ള കാര്യങ്ങളാണ്. പിന്നെ അലിഗേഷൻസ് അല്ലേ, തെളിവ് വരണ്ടേ, അത് തെളിയിക്കണ്ടേ, പിന്നീട് വേണ്ടേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ, ചാനലുകളല്ലല്ലോ, വാർത്തകളല്ലല്ലോ, കോടതിയല്ലേ. അപ്പൊ അവിടേക്കൊന്നും എത്താത്തത് കൊണ്ട് തന്നെ അതിനെപ്പറ്റി നമുക്കൊരു പരാമർശം പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇത്തരം അലിഗേഷൻസ് എല്ലാം വന്ന് സിനിമയിൽ സംഭവിക്കുന്ന യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങളെ മാറ്റി നിർത്തപ്പെടുകയും ഓൺലി മട്ടാഞ്ചേരി ഗ്യാങ്ങിന്റെ തലയിലേക്ക് കയറാനുള്ള ശ്രമം നടത്തുകയും, ഗ്യാങ് ഉണ്ടോ ഇല്ല എന്നുള്ള വേറെ കാര്യം. പക്ഷേ അത്തരം ആളുകളുടെ തലയിലേക്ക് കയറാൻ ഒരു ഉപകരണമായിട്ട്, ആയുധമായിട്ട് ഈ ഒരു ഹേമ കമ്മിറ്റിയെ ചില ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ എല്ലാം പുറകില് മമ്മൂട്ടിയാണെന്നുള്ളൊരു വാക്കും. എന്ത് ചെയ്യാൻ പറ്റുന്നേ, മമ്മൂട്ടി പുതുതായിട്ട് വരുന്ന നല്ല വിവരമുള്ള എല്ലാ എഴുത്തുകാരെയും സംവിധായകരെയും പിന്നാലെ നടന്നിട്ട് തനിക്ക് സിനിമ ഉണ്ടോ എന്ന് ചോദിക്കും. ആ സിനിമയിൽ പോയി അഭിനയിക്കും. അവർക്ക് നമ്മുടെ സിനിമാ മേഖലയിൽ ഒരു ഗംഭീര ഇരിപ്പിടം അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കും. അത് മമ്മൂക്കയാണ്. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഈ കോല് കൊണ്ടൊന്നും, മട്ടാഞ്ചേരി കോല് കൊണ്ടൊന്നും അടിച്ചാൽ പെട്ടെന്നൊന്നും താവില്ല.